ചൈനയുടെ അവസാനത്തെ രാജവംശമായ ചിങ് രാജവംശത്തിന്റെ കയ്യിൽ ഭരണം എത്തിപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൽ നടന്ന കറുപ്പ് യുദ്ധവും വിദേശ ശക്തികളുമായുള്ള യുക്തിരഹിതമായ ഉടമ്പടി സമ്പ്രദായങ്ങളും ഒക്കെ കാരണം ചൈനയ്ക്ക് തങ്ങളുടെ പരമാധികാരവും ഒട്ടേറെ ഭൂപ്രദേശങ്ങളും ഒക്കെ നഷ്ടമാകുവാനായിട്ട് കാരണമായി. ജനം ചിങ് ഭരണകൂടത്തെ വെറുക്കുവാൻ തുടങ്ങി. ഒന്നാം ചൈന ജാപ്പാനീസ് യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു. അന്ന് ചൈനയുടെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം നിൽക്കുന്നത് ഹാൻ എന്ന വംശജരായിരുന്നു. ഒരു ന്യൂനപക്ഷമായ മുജു വംശത്തിൽപ്പെട്ടവരാണ് ചിങ് രാജവംശം. അങ്ങനെ ഒരു വംശീയ ഭിന്നതയും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം വൻ പുരോഗതി പ്രാപിച്ച് മുമ്പോട്ട് കുതിച്ചുയരുമ്പോൾ ചിങ് രാജവംശത്തിന്റെ ബുദ്ധിഹീനമായ ഭരണത്തിന്റെ കീഴിൽ ചൈന ഒരു ആമയെപ്പോലെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നത് രാജ്യത്തെ ബുദ്ധിജീവികളെയും സൈനികരെയും ഒക്കെ നിരാശപ്പെടുത്തി. ഒടുവിൽ രാജ്യത്തിന്റെ അതിവിപുലമായ റെയിൽവേ ലൈനുകൾ വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുവാനും കൂടി തീരുമാനിച്ചതോടെ ഭരണകൂടത്തിനെതിരെയുള്ള വിപ്ലവം അണപൊട്ടി ഒഴുകി. ഡോക്ടർ സന്യാൽ സെന്നിന്റെ ടുങ് മെങ് ഹുയി എന്ന വിപ്ലവ സംഘടനയുടെ നേതൃത്വത്തിൽ ദേശീയത, ജനാധിപത്യം, ഉപജീവനം എന്നീ മുദ്രാവാക്യങ്ങളുമായി ജനം തെരുവിലിറങ്ങി. 1911 ഒക്ടോബർ 10 ഹുബൈയിലെ വ്യൂചാങ്ങിൽ നിന്ന് സൈനിക വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ആരംഭിച്ച കലാപം രാജ്യത്തിന്റെ എല്ലാ പ്രവിശ്യകളിലേക്കും അതിവേഗം ഒരു കാട്ടുതീ പോലെ ആളിപ്പടരുന്നു. 15-ൽ പരം നാട്ടുരാജ്യങ്ങൾ ചെങ് രാജവംശത്തിന്റെ അധീനതയിൽ നിന്നും സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1912 ജനുവരി 1 നാൻജിങ്ങിൽ വെച്ച് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു. സന്യാൽ സെൻ റിപ്പബ്ലിക് ചൈനയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റായി. ഫെബ്രുവരി 12 അവസാനത്തെ ചക്രവർത്തിയായ 6 വയസ്സുകാരൻ പൂയി സ്ഥാനമൊഴിഞ്ഞതോടെ 2000 വർഷത്തോളം നീണ്ടുനിന്ന ചൈനയിലെ സാമ്രാജ്യത്വത്തിന് അന്ത്യം കുറിക്കുന്നു.